ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ ലക്ഷ്യത്തോടെ പഠിച്ചൊരു ജോലി നേടാം എന്നുള്ളതാണ്. ഒരുപാട് പേര് പഠിച്ചതിന് ശേഷമാണ് ചോദിക്കുന്നത്, ഈ ഡിഗ്രി കൊണ്ട് എനിക്ക് എന്ത് ജോലിയാണ് കിട്ടുക എന്ന് ഒരുപാട് പേരായി കമന്റ് ചെയ്യുന്നു. മാത്രമല്ല, ചിലവര് പഠിക്കുന്നത് തന്നെ എഞ്ചിനീയർ എന്നുള്ള പേരിന് വേണ്ടി മാത്രമാണ്. അതാണ് അത്ഭുതം. കാരണം ഏറ്റവും കൂടുതൽ എഞ്ചിനീയേഴ്സ് ഉള്ളതും ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയില്ല എന്തിനാണ് ഇത് പഠിച്ചതെന്ന്, എന്ത് ജോബാണ് ഇതുകൊണ്ട് ചെയ്യുക എന്നൊരു ബോധവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് കാരണം. മാത്രമല്ല, പലരും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളല്ലാതെ മറ്റുള്ളവർ എന്ത് പറയുന്നോ അതിനനുസരിച്ച് അവർ ഒരു ഡിസിഷനിൽ സ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കാതെ, സ്വന്തമായിട്ടുള്ള ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ, സ്വന്തമായിട്ടുള്ള എബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ആ ഒരു വഴിയിലോട്ട് പോയി പരാജയപ്പെടുന്ന സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ എങ്ങനെ നമ്മുടെ ടേസ്റ്റ് കണ്ടെത്താം, എങ്ങനെ ഒരു മികച്ച ജോലി നമ്മുടെ ആ ഒരു അഭിരുചിക്കനുസരിച്ചിട്ട് കണ്ടെത്താം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. +2 വരെ ഒരു ബേസിക് എഡ്യൂക്കേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. അത് നമുക്ക് മസ്റ്റാണ്. ഈ +2 വരെ തന്നെ പഠിപ്പിക്കുന്നതിൽ പൂർണ്ണമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് അതിലുണ്ട്, നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷെ ഒരു മിനിമം എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ തൽക്കാലം നമുക്ക് +2 വരെ കണക്കാക്കാം. അത് കഴിയുന്നതിനുള്ളിൽ, ഈ +2 കഴിയുന്നതിനുള്ളിൽ നമ്മൾ ഒരു തീരുമാനത്തിൽ ഏകദേശം എത്തിയിരിക്കണം. അത് മസ്റ്റാണ്. ഈ +2 പഠിച്ച് കഴിയാറാവുന്ന ഒരു വ്യക്തി സ്വന്തം ലൈഫിലോട്ട് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മൾ ഏതെല്ലാം മേഖലയിൽ നമുക്ക് പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, ഏതെല്ലാം സബ്ജക്റ്റിൽ നമുക്ക് പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വിലയിരുത്തുക. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ. അല്ലാതെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടല്ല. അതൊരിക്കലും നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രമേ, അതായത് നിങ്ങളുടെ പ്രീവിയസ് ലൈഫുമായി കമ്പയർ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ടല്ലോ, അതുമായി തട്ടിച്ച് നോക്കിയാൽ ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത്. ഈ പറഞ്ഞ മേഖലകളിൽ മാത്രമല്ല, ചിലവർക്ക് ആർട്സിൽ ഉണ്ടായിരിക്കാം ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ, സ്പോർട്സ്, ഇതൊക്കെ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഏണിങ്സ് നമ്മുടെ ഫ്യൂച്ചറിൽ ഉണ്ടാക്കി തരാൻ പറ്റുന്ന മേഖലകളാണ്. അത് പ്രത്യേകം മനസ്സിലാക്കുക. എല്ലാ ജോബിനും ഹാർഡ് വർക്ക് നിർബന്ധമാണ്. ഇനിയിപ്പോ പ്രൊഫഷണൽ ലൈക്ക് അക്കൗണ്ടന്റ്, ഡോക്ടർ ഫീൽഡ്, എഞ്ചിനീയർ, എല്ലാ മേഖലകളിലും ഈ ഹാർഡ് വർക്ക് ഒരേപോലെ ആവശ്യമാണ്. എന്റെ എക്സ്പീരിയൻസ് തന്നെ ഞാനൊരു എക്സാമ്പിളായി പറയാം. എനിക്ക് ചെറുപ്പം മുതലേ ഗെയിമിംഗ് ഒക്കെ വളരെ ഇഷ്ടമായിരുന്നു. എനിക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ എന്റെ ക്ലോസ് ഫ്രണ്ടുമായിട്ട് ഗെയിം കളിക്കാനായിരുന്നു ഞാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. മാത്രമല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് വർക്കുകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇന്റർനെറ്റ്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ, ഇതിനെ മൊബൈൽസ്, ഇലക്ട്രോണിക് ഐറ്റംസ്, ഇതിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ക്രേസ് ആയിരുന്നു. പിന്നെ സ്കൂളിൽ പോവാത്തതിനൊക്കെ എന്നെ ഓടിച്ചിട്ട് തല്ലുമായിരുന്നു. ഉമ്മക്കളി പഠിക്കാത്തതിന് ഇതിനൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്കൂളിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. കാരണം ഞാൻ ക്ലാസ്സിൽ നിന്നൊക്കെ എണീറ്റ് ഓടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തില് പഠിക്കുന്ന സ്കൂളിൽ നിന്ന്. സ്കൂളിലുള്ള കുട്ടികൾക്കൊക്കെ ഒരു തന്നെ അറിയാം, മടിയെന്ന് വരെ എന്നെ പേരിട്ടിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് വാസ്തവത്തില്. അപ്പൊ അതൊക്കെ ഇന്ന് നോക്കുമ്പോൾ എനിക്ക് വളരെ ഒരു ഫണ്ണായിട്ടാണ് എനിക്ക് എടുക്കാൻ കഴിയുന്നത്. കാരണം അന്നത്തെ സിറ്റുവേഷനിൽ ഞാൻ അത് ചെയ്തതിൽ ഒരു ദുഃഖവും എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. കാരണം അത്രയും ദിവസം ഞാൻ മടിഞ്ഞു നടന്ന അത്രയും ദിവസം ഞാൻ രക്ഷപ്പെട്ട് എനിക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റി എന്നാണ് ഞാൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ആ ഒരു രീതിയിലുള്ള ദ വേ ഓഫ് ടീച്ചിങ് ഇന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് വാസ്തവം. ഇന്ന് അങ്ങനത്തെ ഒക്കെ വളരെ കാണാൻ റയറാണ്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ അവർക്ക് അങ്ങനെ ഒരു രീതിയിലുള്ള പഠിപ്പിക്കാനൊക്കെ വളരെ പേടിയായിരിക്കും. കാരണം ടീച്ചേഴ്സിനൊക്കെ ഒരു റൗഡി എന്ന രീതിയിലാണ് കുട്ടികളൊക്കെ പേടിച്ചിരുന്നത്. വരുമ്പോ ഇതേ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സൈലന്റ് ആയിരിക്കും, അങ്ങനെ പേടിച്ചിട്ട് മുട്ടൊക്കെ വറക്കുന്നുണ്ടായിരിക്കും. ആ രീതിയിലായിരിക്കും. അതെന്താണ് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നവരെ എനിക്ക് മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ കൂടുതൽ വലിച്ചു നിർത്തുന്നില്ല, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പൊ ഞാൻ ചുരുക്കി പറയാം. 10th ഞാൻ സെപ്പറേറ്റ് എഴുതി പാസ്സാവാണ് ചെയ്തത്. അതായത് ഞാൻ 8ഉം 9ഉം പഠിക്കാതെ ആണ് ഞാൻ 10th എഴുതി പാസ്സായത്. പിന്നെ +2 പഠിച്ചു. +2 നിന്നാണ് പിന്നെ ഞാൻ ബാംഗ്ലൂർ പോയിട്ട് പഠിച്ചത്. ബാക്കിയുള്ള എഡ്യൂക്കേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്.
അപ്പൊ ഇതിനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ടേസ്റ്റ് ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ ആ ഒരു +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ +2 പഠിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് എനിക്ക് മനസ്സിലായത് എന്റെ ടേസ്റ്റ് ഞാൻ അന്നേ മനസ്സിലാക്കിയിരുന്നു. കാരണം എനിക്ക് ഇംഗ്ലീഷ് സോങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേൾക്കാൻ. ഞാൻ ചെറുപ്പം മുതലേ കേട്ടിരുന്നു. മാത്രമല്ല എനിക്ക് ഗെയിംസ്, അതേപോലെ ഈ കമ്പ്യൂട്ടർ ആയിട്ടുള്ള എനിക്ക് ടച്ച് ആയിരുന്നു അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു. ഈ ഡിസൈൻസ്, അതേപോലുള്ള ഗെയിമിങ്ങിന്റെ സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ഗെയിമൊക്കെ ഒരുപാട് കളിക്കുമായിരുന്നു. അതിനിടയിൽ ഒരുപാട് പേര് എന്നോട് അക്കൗണ്ടന്റ് പഠിച്ചാൽ മതി എന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഈവൻ എന്റെ പേരൻസ് വരെ പറഞ്ഞിട്ടുണ്ട്, എഞ്ചിനീയർ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സജഷൻസ് എന്റെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നു പലരിൽ നിന്നായിട്ട്. പക്ഷെ ഞാൻ ഈ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും എന്റെ പേരൻസിനെ ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചിട്ടാണ് ഈ ഒരു ഫീൽഡിലോട്ട് ഞാൻ തിരിഞ്ഞത്. ഇപ്പോ ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം വലിയൊരു സാലറി ഒന്നും ഇല്ലെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഒരിക്കലും തിരിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല ജോബ് കിട്ടാതെ. ഇപ്പോൾ അത്യാവശ്യം എൻ്റെ വൈഫിനൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്, കുഴപ്പമില്ലാതെ റൺ ചെയ്ത് പോകുന്നു. അതിൽ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ അനിയനും ഈ സെയിം ഫീൽഡിലാണ്. ഞാനൊരു സജഷൻ കൊടുത്തതാണ്. മറ്റു പലരിൽ നിന്നും ഒരുപാട് സജഷൻസ് അവനക്ക് കിട്ടിയിരുന്നു. ഈവൻ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് നിന്റെ ലൈഫാണ്, നിനക്ക് ഏതാണ് പഠിക്കാൻ താല്പര്യമുള്ളത് അത് പഠിക്കുക. ഇനിയിപ്പോ ഈ ഡിസൈനിങ് ഫീൽഡ് ആയിക്കോട്ടെ, ഇനിയിപ്പോ അക്കൗണ്ടന്റിന്റെ സജഷൻ വന്നിരുന്നു, എഞ്ചിനീയർ, പല മേഖലയിൽ നിന്നും വന്നിരുന്നു. അവൻ ചൂസ് ചെയ്തത് ഈ ഒരു ഡിസൈൻ ഫീൽഡ് തന്നെയാണ്. ഞാൻ പറഞ്ഞു, നീ അത് ചൂസ് ചെയ്യണമെങ്കിൽ ഓക്കെ, ജോബ് കിട്ടാനുള്ള സാധ്യത ഞാൻ ആക്കി തരാം എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് അവൻ ഇന്ന് പഠിച്ച് ഇന്ന് ആ ഒരു ജോബ് അവന് കിട്ടി. ഇപ്പോൾ UAE-ലുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഞാൻ ആ ഒരു മേഖലയിലോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ സിറ്റുവേഷൻ എന്താകുമായിരുന്നു എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ആ ഫീൽഡായിട്ട് ടച്ച് ഇല്ല. ഓഫ് കോഴ്സ് ടച്ച് ഇല്ലാത്തൊരു ഫീൽഡുമായി നമ്മൾ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും എത്തി നമ്മൾ സ്റ്റെക്കായി നിൽക്കും, അത് ഉറപ്പാണ്. അപ്പൊ ഒന്നുകൊണ്ടും ആ ഒരു രീതിയിലോട്ട് നിങ്ങൾ പോവാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഡിസിഷനിൽ ഉറച്ചു നിൽക്കുക. എന്റെ എക്സ്പീരിയൻസ് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് പേര് അങ്ങനെ പോയി പരാജയപ്പെട്ടവരുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഈ കാണുന്ന ആൾക്കാരിലും അതുണ്ടായിരിക്കാം, അവർക്കും അനുഭവം ഉണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു ഡിസിഷൻ ഉണ്ടാക്കി സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏത് മേഖലയാണോ ഇഷ്ടം അതിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ച് ആ ഒരു ജോലി കരസ്ഥമാക്കിയാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വളരെ ഈസിയായി ആ ജോബിൽ പെർഫോമൻസ് ചെയ്യാനും ലൈഫ് ലോങ് അത് നിലനിർത്താനും സാധിക്കും. അതിൽ നല്ലൊരു ഫ്യൂച്ചറും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഞാൻ പറഞ്ഞതിൽ നിന്നും കിട്ടി എന്ന് വിചാരിക്കുന്നു. ഈവൻ ചില പേരൻസ് കാണും, അവർക്ക് ആകാൻ പറ്റാത്ത ഒരു മേഖല സ്വന്തം മകനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ആ ഒരു ആഗ്രഹമൊക്കെയായിട്ട് നടക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. പക്ഷെ അത് തികച്ചും ശരിയല്ല. ഞാൻ എൻ്റെ മോനൊന്നും അങ്ങനെ ചെയ്യിക്കില്ല. കാരണം ഞാൻ അവന്റെ ടേസ്റ്റ് മനസ്സിലാക്കി അവനെ സപ്പോർട്ട് ചെയ്ത് അവനക്ക് എന്താവാനാണോ ആഗ്രഹം ആ ഒരു മേഖലയിലോട്ട് ഞാൻ അവനെ വളർത്തുകയുള്ളൂ. അതിനാവശ്യമായ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതാണ് ശരിക്കും ആസ് എ പേരൻസ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അല്ലാതെ നമ്മൾക്ക് ഇഷ്ടമുള്ളത് എനിക്കതാവാൻ പറ്റില്ല, എൻ്റെ മോൻ ചെയ്യാം, അവനക്കും അവൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, അവൻ്റെതായിട്ടുള്ള ചോയ്സസ് ഉണ്ട്, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണോ ആവാൻ തോന്നിയത് അതാകാൻ പറ്റാതെ ആയതിൽ നമുക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടായിരിക്കും. സെയിം നമ്മുടെ മകനും ഉണ്ടാവില്ലേ, അവനക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളൊക്കെ. അപ്പൊ അത് മനസ്സിലാക്കുക. നമ്മളും ഒരു കാലത്ത് നമ്മുടെ ഉപ്പയുടെ മകനായിരുന്നു എന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും ഈ സ്റ്റേജിലൂടെ കടന്നു പോകണം. ഈ മകനായാലും ഉപ്പയായാലും ആ രണ്ട് സ്റ്റേജിലൂടെയും രണ്ടുപേർക്കും കടന്നു പോകേണ്ട ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആസ് എ സൺ എന്ന രീതിയിൽ നമ്മൾ നേടിയ എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കാതിരിക്കുക. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം മകന് ആ ഒരു സിറ്റുവേഷൻ വരുത്താതെ നോക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ആസ് എ പേരൻസ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് ആണത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൂടുതലായി ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ മാനസിക സമ്മർദ്ദങ്ങൾ ഒരുപാട് ഉണ്ടാവും. നിങ്ങളുടെ പേരൻസിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ഈവൻ റിലേറ്റീവ്സിൽ നിന്നടക്കം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു കരുത്ത് നിങ്ങൾ നേടിയെടുക്കണം. തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക. ആ ഒരു ടൈമിൽ
നിങ്ങൾ സഫർ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടും നിങ്ങൾ അതിൽ സക്സസ്ഫുൾ ആയിട്ട് വേണം, അതുകൊണ്ട് വേണം നിങ്ങൾ റിപ്ലൈ അവർക്ക് കാണിച്ചു കൊടുക്കാൻ. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും നല്ലൊരു ഫ്യൂച്ചർ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. എല്ലാവർക്കും ബൈ ബൈ.